ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദീർഘമായ 3 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി CK ട്രാവൽസ് ആൻഡ് ഹജ്ജ് ഉംറ, ആമയൂർ, പട്ടാമ്പി. ഗസറ്റ് വിജ്ഞാപനം ഉണ്ടായിട്ടും വീരശൈവ സമുദായ അംഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമെന്ന് വീരശൈവ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഓൾ ഇന്ത്യ വീരശൈവ സഭ പട്ടാമ്പി താലൂക്ക് സമ്മേളന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ ഇന്ത്യ വീരശൈവ സഭ പട്ടാമ്പി താലൂക്ക് സമ്മേളന യോഗം മേലെ പട്ടാമ്പി ട്രേഡ് സെന്ററിൽ വെച്ച് നടന്നു. പാച്ചത്ത് വേലായുധന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 28 വർഷം അനുഭവിക്കുന്ന ഒരു ജീവിതായുസിന്റെ പകുതി മുഴുവൻ വേദന അനുഭവിക്കുന്ന വീരശൈവയിലെ ഉപവിഭാഗങ്ങൾ ഈ പട്ടാമ്പി താലൂക്കിൽ 100 കണക്കിന് കുടുംബങ്ങളാണുള്ളത്. ഒരു പ്രദേശത്ത് ഇപ്പം നോക്കുമ്പോൾ കട്ടിൽമാടം, വാവന്നൂര്, അതുപോലെ തൃത്താല ഭാഗത്ത്, അതുപോലെ പട്ടാമ്പിയിലെ വിവിധ പ്രദേശങ്ങളിൽ തൊഴിലെടുക്കുന്ന, കുലത്തൊഴിൽ സ്വീകരിച്ച് പരമ്പരാഗത തൊഴിൽ സ്വീകരിക്കുന്ന ഈ ചെട്ടിയും ചെട്ടിയാർ എന്ന് വിളിപ്പേരിലൊക്കെ അറിയപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വീരശൈവ എന്ന ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി 2022 7 മാസം സർക്കാർ ഉത്തരവ്, സർക്കാർ പിന്നോക്ക വികസന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ട്, അതുപോലെ തന്നെ 2023 ഇവിടെ ഞാൻ നോക്കിയ സമയത്ത് 1270 നമ്പർ പ്രകാരം 2020 ഗസറ്റ് വിജ്ഞാപനം നടത്തി. അത് ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധിക്കാതെ അവർ അന്വേഷണം നടത്തി സർക്കാരിന്റെ ഉത്തരവും ഗസറ്റ് വിജ്ഞാപനവും പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഈ വിഭാഗങ്ങൾക്കൊക്കെ തന്നെ വീരശൈവ എന്ന ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാനും അവർക്ക് സംവരണം കൊടുക്കുവാനും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ നൽകുവാനുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് PSCയിൽ ഉദ്യോഗസ്ഥർ ജോലിക്ക് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷനിൽ അടക്കം കൊടുക്കുവാനുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സർക്കാർ ഉത്തരവുണ്ടായിട്ട് ഈ റവന്യൂ അധികൃതർ നെട്ടോട്ട് ഓടിക്കുകയാണ് ഈ പാവങ്ങളെ. വൈസ് പ്രസിഡന്റ് കെ രമേശ് ബാബു മുഖ്യാതിഥിയായി. സഭാ സെക്രട്ടറി R രവി സംഘടനാ വിശദീകരണം നടത്തി. ഓഗസ്റ്റ് 4 പാലക്കാട് മോയൻ LP സ്കൂളിൽ വെച്ച് നടക്കുന്ന പ്രതിഭാ പുരസ്കാരം 2024 സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിനും പട്ടാമ്പി താലൂക്കിൽ നിന്ന് 200 പേരെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ A രവീന്ദ്രൻ പെരുമുടിയൂർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ശിവശങ്കരൻ കൂനത്തറ, A പ്രദീപ് കുളപ്പുള്ളി, MT മണി, K രജനി, PV ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.